ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അറാഫത്ത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം കൃത്യം 5:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലോട്ട് പോകും. എയർപോർട്ടിൽ നമ്മൾ ചെക്കിന്, ഇമിഗ്രേഷൻ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറും. കൃത്യം രാവിലെ 8:30 ഒമാനെയറിനാണ് പോകുന്നത്. മസ്കറ്റ് ടു കൊച്ചിയാണ്. കൊച്ചിയിൽ നമ്മൾ ഇന്ത്യൻ ടൈം ഷാർപ്പ് 1:40 അവിടെ ലാൻഡ് ആവും. അപ്പോൾ ഗൈസ്, അതാണ് പ്ലാനും കാര്യങ്ങളും. അപ്പോൾ ഗൈസ്, നമുക്കിനിപ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ചെക്കിങ്ങിലോട്ട് കിടക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാം ഗൈസ്, പെട്ടി സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഗൈസ്, നമ്മളിനിപ്പോൾ ചെക്കിങ്ങിലോട്ട് കയറാൻ പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് ചെക്കിങ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു കടമ്പയുണ്ട്, സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് ഇനിയിപ്പം ചെയ്യാം. അപ്പോൾ അത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്കിന് പോവാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആ നീണ്ട കടമ്പയായ സെക്യൂരിറ്റി ചെക്ക് തീർന്നു. ഇതിൽ ഫാസ്റ്റായിരുന്നു, ആളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് അതും കഴിഞ്ഞ് കിട്ടി. ഇനി ഗൈസ്, നെക്സ്റ്റ് നമുക്ക് ബാക്കിൽ കാണാനാണ് മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീ ഗൈസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അവിടെ എന്തൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗേറ്റിലോട്ട് പോവാണ്. ഇപ്പോൾ അവിടെ വെയിറ്റിംഗ് ആണല്ലോ, നമ്മൾ എന്താ ചെയ്യുക, അവിടെ നല്ല കട്ട പോസ്റ്റായിരിക്കും. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാൻ വെച്ചാൽ അങ്ങനെ ഈ മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീയുടെ കാഴ്ചകളൊക്കെ കാണിക്കും ഗൈസ് നിങ്ങളെ. വയസ്സ് നിങ്ങൾ കണ്ടോ കേട്ടോ. മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീ കണ്ടോ കേട്ടോ. നമ്മളെ മസ്കറ്റ് നാഷണൽ ഇപ്പോൾ വലിയ എയർപോർട്ട് കേട്ടോ. അത് കണ്ടോ, അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് പെർഫ്യൂം കമ്പനിയാണ് ഡിയോർ. അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ടെസ്ല കിടക്കുന്നത് ഇഷ്ടമാണ്. ടെസ്ല എന്തോ ഷോപ്പ് ആൻഡ് വിന്നിൻ്റെ എന്തോ ഓഫറാണ്. നമ്മളൊന്നും മേടിക്കാൻ പോകുന്നില്ല, നല്ല വിലയാണ്. വരാണ്ടപ്പോൾ ഉള്ളിൽ പോകുക ഇഷ്ടമാണ്. കണ്ടോ, മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീ ആണിത്. പിന്നെ അകത്തൂടെ വേണേൽ കടന്നു പോകുമ്പോൾ ക്രിസ്മസ് ഒക്കെ വേണ്ടേ, മരമൊക്കെ വെച്ചിട്ടുണ്ട്, ക്രിസ്മസ് ട്രീ. ഓക്കെ ടെസ്ല ഇതാ. ടെസ്ല അല്ല കേട്ടോ, MG പോലത്തെ ഒരു വണ്ടി. ഞാൻ വെച്ചാൽ ടെസ്ല, അതായത് ദൂരെ നിന്നാണ് ടെസ്ല വരുന്നത്, പക്ഷേ അത് MG കേട്ടോ. MGയുടെ ഒരു വണ്ടി എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിലോട്ട് നോക്കിയിട്ട് വേണം. MGയുടെ ഒരു അടിപൊളി വണ്ടി. പിന്നെ ആ ചോക്ലേറ്റ് കാര്യങ്ങൾ, പിന്നെ വേണ്ട പല സ്വീറ്റ്സ്, ഗാലക്സി ഓഫറാന്നൊക്കെ പറയുന്നത്. എന്താ ഡേറ്റ് സിറപ്പ്, അങ്ങനെ പെർഫ്യൂംസ്, പിന്നെ പല സംഭവങ്ങളും ഉണ്ട് നമ്മുടെ മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീയിൽ. പിന്നെ അതാ മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീയുടെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. ഇവിടെ എന്തോ ബിയറും കാര്യങ്ങളും, അവിടെ ബിയറുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മറ്റേ ഇതൊക്കെയാണ്, എന്താ മേക്കപ്പ് സെറ്റും കാര്യങ്ങളും അതൊക്കെയാണ്. ഇനി ഇവിടെയും ഇതാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റ് തന്നെയാണ്. ഇവിടെ മറ്റൊരു ഇത്രയൊക്കെ ഉള്ളൂ വയസ്സ്. ഇനി നമുക്ക് അവിടെ ഗേറ്റിൽ ചെന്നിട്ട് കാണാം വയസ്സ്. നമ്മളിപ്പം ഗേറ്റ്സിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് വയസ്സ്. നമ്മുടെ ഗേറ്റിൽ നിന്ന് C1 ആണ്. അപ്പം C1ൻ്റെ ഒരു ഗേറ്റിൻ്റെ അവിടെ നമ്മൾ വന്നിരിക്കുകയാണ്. ഇതാ ഗൈസ് കണ്ടോ, മറ്റേ ഫ്ലൈറ്റിൻ്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും കാണാൻ കഴിയുന്നത്. അപ്പം C01 ഗേറ്റിൻ്റെ അവിടെ അത് വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റിന്. ഗൈസ്, നമുക്കിനിപ്പം ഫ്ലൈറ്റ് വന്നിട്ട് ആ ഫ്ലൈറ്റിൽ കയറുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഒക്കെ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണേ. എന്താ കാണുന്നതാണ് ഗൈസ്, ഫ്ലൈറ്റ് നമ്മുടെ ഒന്ന് നടക്കുന്നു. നമ്മളിങ്ങനെ നടന്ന് കയറാണ് ഗൈസ്. ഫസ്റ്റ് പാസഞ്ചറാണ് ഗൈസ് നമ്മൾ. അതായത് ബോർഡിംഗ് പാസ് അടിച്ചല്ലാതെ ഇതിലല്ല, സീറ്റിലല്ല, ഫസ്റ്റ് നമ്മൾ കയറുന്ന പാസഞ്ചർ നമ്മളാണ് ഗൈസ്. നമ്മൾ ഫ്ലൈറ്റ് ഒന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അവളെ ഫ്ലൈറ്റിൽ ചെന്നിട്ട് കാണാം. നമ്മളത് ആ ഫ്ലൈറ്റിൽ കയറി ഇതാണ് ഗൈസ്, നമ്മൾ ഫ്ലൈറ്റ് പുറത്തേക്ക് കാണാം.
കേട്ടോ ഫ്ലൈറ്റ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെഡ്ഫോൺ സംഭവം സെറ്റ് തന്നിട്ടുണ്ട്. തലയെണ്ണയില്ല പകലാണുള്ള ഫ്ലൈറ്റ്. അപ്പോൾ സിനിമ നല്ല സെലക്ഷൻസ് എല്ലാം ഉണ്ട്. നല്ല കിട്ടുന്ന സിനിമകളുണ്ട്. ലേറ്റസ്റ്റ് റിലീസസും അടിപൊളി സിനിമകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം ടേക്ക് ഓഫ് ആകുമ്പോൾ കാണാം. അടിപൊളി ലെഗ് സ്പേസ് ആണ് കേട്ടോ. പിന്നെ നീളമുള്ള ലെഗ് സ്പേസ്, കാല് നീട്ടി വെക്കാൻ, കാലിയാണ് പൊക്കി ഇങ്ങനെ വെക്കാൻ അടിപൊളിയുള്ള നീണ്ട ലെഗ് സ്പേസ് ആണ്. കാല് നീട്ടി വെച്ചിരിക്കുന്നത് അങ്ങ് വരെ ഉണ്ട് ലെഗ് സ്പേസ്. കാലൊക്കെ നീട്ടി വെച്ച് കിടന്ന് ഉറങ്ങുന്നെങ്കിലും ഉറങ്ങും കേട്ടോ. സോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതായാലും ഫ്ലൈറ്റ് അങ്ങോട്ട് പുൾ ബാക്ക് ചെയ്യുമെന്ന് തോന്നി. ഇപ്പോൾ പുൾ ബാക്ക് ചെയ്യുന്ന ഇപ്പോൾ കണ്ടത്. പിന്നീട് മാപ്പ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. സംഭവം എന്ന് പറയുന്നത് ഉണ്ടോ ഇങ്ങനെ പാർക്കിംഗ് തന്നെയാണ്. പുൾ ബാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. പുൾ ബാക്ക് ചെയ്യുമ്പോൾ ഞാനത് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, ഫ്ലൈറ്റ് പുൾ ബാക്ക് ചെയ്യാൻ തുടങ്ങി ഗൈസ്. പുൾ ബാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗൈസ് പതിയെ പുൾ ബാക്ക് ചെയ്യാണ് ഗൈസ്. കാണാൻ പുൾ ബാക്ക് ചെയ്യുന്നത്. ബോയ്സ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ റൺവേയിലോട്ട് പോകാൻ തോന്നുന്നു. നമുക്ക് ഇപ്പോൾ റൺവേയിലേക്ക് കാണാം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം ഗൈസ്. ഫ്ലൈറ്റ് ഇങ്ങനെ പോവാണ് ഗൈസ്. ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേനെ നോക്കി പോവാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അവിടെ നിന്ന് വരുന്നത് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് വീടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അവിടെ നിന്ന് കണ്ട് വരുന്നത്. ആ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഗൈസ്. ലാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ടാക്സി ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. അത് പറങ്ങാണ്. ടേക്ക് ഓഫ് ആണ്. ക്യാമറയുടെ മുകളിലല്ല അത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. ഭയങ്കര സ്പീഡ് ടേക്ക് ഓഫ് ആവുകയാണ്. കൊച്ചിനെ നാട്ടുവിട്ട് നമ്മൾ പ്ലെയിൻ പറന്ന് പൊങ്ങിക്കയറാണ്. കാണാൻ കഴിയും മസ്കറ്റിൻ്റെ ഭംഗി എന്നായിരുന്നു. ഹൈവേ നമുക്ക് താഴെ കൂടെ കാണാൻ കഴിയും. ബാക്കിൽ റോഡ് കാണാൻ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വിചാരിക്കുന്നത് ആകാശത്ത് മസ്കറ്റിൻ്റെ ഭംഗി നിൽക്കുക. ആകാശത്തിൽ തന്നെ കാണാൻ കേട്ടോ. സിറ്റി ടൗണും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളും മസ്കറ്റിൻ്റെ ഭംഗി എനിക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും. അതുകൊണ്ട് ആകാശത്ത് നല്ല മേഘമായുണ്ട്. ഒരുപാടൊന്നും അങ്ങനെ കാഴ്ചയെടുക്കാൻ പറ്റില്ല. കാണാൻ കഴിയും മസ്കറ്റിൻ്റെ ഭംഗി. അപ്പോൾ ഗൈസ് തിക്കുള്ളൂ. പിന്നെ അങ്ങോട്ട് മലയാണ്. അതാണ് മല തന്നെയുള്ളൂ. അപ്പോൾ ഗൈസ് ഇനി ഫ്ലൈറ്റ് തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇനി നമുക്കിപ്പം ഏതായാലും കൊച്ചി ചെന്നിട്ട് കാണാം. ബാക്കിൽ നിന്ന് മസ്കറ്റ് നഗരം കാണാം. ബാക്കിൽ നിന്ന് മസ്കറ്റ് നഗരം കാണാൻ പറ്റുന്ന രീതിയിൽ പാർട്ടി സിനിമ 3 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട് മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലോട്ട്. അപ്പോൾ ഞാനത് 2018 ഉണ്ടല്ലോ സിനിമ, അത് കാണാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് 2018 മൂവി കണ്ട് വീട്ടിൽ ഫുഡാകുമ്പോൾ ഇനിയിപ്പം അടുത്ത ഇത് കാണാം. മൗണ്ടൻസ് ആണ് ഈ കാണുന്നത്. താഴെ മൗണ്ടൻസ് കാണാം, മലകൾ. നേരെ മുകളിൽ ക്ലൗഡ്സ് ക്ലൗഡ്സ് കാണാൻ കഴിയും. അടിപൊളി വ്യൂ ആണല്ലേ. അടിപൊളി വ്യൂ. നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. അത്
എന്തൊക്കെയാണ് ഒരു വെള്ളം, തണുത്ത വെള്ളം, കട്ട്ലറീസ്, പിന്നെ ഇത് ജാം, അതൊന്ന് ചീസ്, കട്ട് ഫ്രൂട്ട്സ്, പിന്നെ ബണ്ണ്. ഇത് തുറന്ന് നോക്കട്ടെ. തുറക്കട്ടെ. നല്ല ടൈറ്റിലാണ് പാക്ക് ചെയ്തിട്ട്. എഗ്ഗ്, സോസേജ്, കിഴങ്ങിൻ്റെ എന്തോ സാധനം, പിന്നെ നിന്നല്ല പനീർ എന്നത്. ഇതിൽ ഇത്ര സാധനമാണ് ഗൈസ്. ഇനി ബണ്ണുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതല്ല ഇനിയിപ്പം ഇത് കഴിച്ചിട്ട് നമുക്ക് കാണാം. സോസേജ് എല്ലാം കഴിച്ചാണ് ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ ഒമാനേറിൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. കപ്പിലാണ് ഈ വേസ്റ്റ് അപ്പിൽ ഒമാനേറിൻ്റെ. അതായത് ഈ നമ്മൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ ഈ കപ്പിനകത്ത്, പേപ്പർ കപ്പിനകത്ത് ഒമാനേറിൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്ട് ഇതിനകത്ത് ഒരു ഒമാനേറിൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അവിടെ കട്ട്ലറീസിനകത്ത് കണ്ട കട്ട്ലറീസിനകത്ത് കട്ട്ലറിൻ്റെ സൈഡിലിട്ട് ഇല്ല. അപ്പോൾ അങ്ങനെ കണ്ട് ഇതിനകത്തൊക്കെ ഒമാനേറിൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടോ കേട്ടോ. കണ്ടത്തിൽ ഒമാനേറിൻ്റെ ബ്രാൻഡിങ് ഭയങ്കര പവർഫുൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയിപ്പം നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞിരിക്കും. ജ്യൂസ് കുടിക്കാറുണ്ട്. നല്ല മാംഗോ ജ്യൂസ് മേടിച്ചതാണ്. ഇത് കുടിച്ചിട്ട് കാണാം. പിന്നെ കണ്ട ഈ വെള്ളത്തിൽ കേട്ടോ, ഞാൻ അവർക്ക് തന്ന വെള്ളത്തിനകത്ത് വരെ ഒമാനേറിൻ്റെ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കധികം എല്ലാ സാധനവും ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടാവും. അടിപൊളി. പിന്നെ കടൽ, പിന്നെ നീല കളറ് ആകാശം, അതൊക്കെ വേറൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കാഴ്ച ഉണ്ടാകുന്ന കൊച്ചിയിൽ ചെല്ലണം. കൊച്ചിയിൽ ചെന്ന് ലാൻഡ് ആവണം. അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയൊക്കെ എടുക്കുന്ന കാഴ്ചകൾ കാണാം. എന്നാലും സ്കോപ്പിലാണ്. നല്ല യാത്രയാണ്. എക്സൈറ്റ്മെൻറ്റുമാണ്. 1.5 വർഷത്തിന് ശേഷം പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് എല്ലാം പറയാൻ മറന്നുപോയായിരുന്നു. അതായത് നമ്മൾ ഇന്നലെ മസ്കറ്റി വന്ന് കിടന്നായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 8:50 ആയപ്പോൾ നമ്മൾ മസ്കറ്റിലെത്തി. അവിടെ വന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കിടന്നു. അതിന് പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് നമ്മൾ എഴുന്നേറ്റ് ഇതിന് വന്ന്. അതാണ് ഗൈസ് ഞാൻ 5:30 ഇൻട്രോയിൽ പറഞ്ഞു. ഇൻട്രോയിൽ ഞാൻ പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് സംഭവിച്ചത് ഗൈസ്. അപ്പം ഇനിയിപ്പോൾ മസ്കറ്റി ചെന്ന് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഗൈസ്. അപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഫുള്ള് മേഘം മൂടി കിടക്കാം. മഴ മനസ്സിലായി. ഇന്ന് കയറുമ്പോഴേ എനിക്കറിയാമായിരുന്നു നല്ല മഴയാണ്. നാട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു ഭയങ്കര മഴയാണ്, നല്ല മഴയാണ്. നോക്കുമ്പോഴാണ് മനസ്സിലായി ഇവിടെ കൊച്ചിലോട്ട് അടുക്കുന്നത്. ഇപ്പോൾ മംഗലാപുരം സ്കൈ കിടക്കാറുണ്ടാ തോന്നുന്നു. കാഴ്ചയില്ല. നമുക്കെന്തെങ്കിലും അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാഴ്ച നിന്ന് ഞാൻ പരമാവധി വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കാം. നല്ലൊരു ഉറക്കം കഴിഞ്ഞാണ് ഇതിപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അടിപൊളി കാഴ്ച കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുള്ള വീഡിയോ ഇതാ. നല്ല അടിപൊളി കാഴ്ചയാണ് ഗൈസ്. അതായത് നമ്മുടെ കേരളത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. TV നോക്കിയപ്പോഴെന്നാണ് കേരളത്തിലെത്തി ഗൈസ്. ലാൻഡിങ് തുടങ്ങുകയാണെന്നാണ് അനൗൺസ്മെൻറ്റ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഈ മേഘവും നമുക്കൊന്നും വലിയ കാണുന്നില്ല. ഫുള്ള് മേഘമാണ്. മഴയാണെന്ന് ഇപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഗൈസ് നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പായിരിക്കും ഗൈസ്. ഞാൻ ലാൻഡിങ്ങിൻ്റെ സമയത്ത് നമുക്കിനിയിപ്പം കാണാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് താഴെ കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കാഴ്ച പരമാവധി പാർത്ത് ശ്രമിക്കാനില്ല. കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുക. താഴെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ കാഴ്ച അടിപൊളി.
ضيوفنا الكرام ടാക്സി ആണ് ഇഷ്ട കാണാൻ مساء الخير اهلا مرحبا ഇന്റർനാഷണൽ بكم എയർപോർട്ട്. كل نحن الان في അപ്പോൾ ഗൈസ് നമ്മൾ ലാൻഡായി ഗൈസ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇന്ന് കാണുന്നത് ഗൈസ് ലാൻഡായി. Thank you. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എയർപോർട്ടിൽ ചെന്ന് കാരണം കുറച്ച് പ്രസൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ പുറത്ത് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. അപ്പം നമുക്കിനിയിപ്പം അങ്ങനത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. ഗൈസ് നമ്മൾ ലാൻഡിങ് കഴിഞ്ഞ് അങ്ങനെ എയർപോർട്ടിനകത്താണ് ഇപ്പോൾ ഉള്ളത്. ആ കാണാൻ അവിടെയാണ് നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളും. അപ്പം അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പം പിന്നെ അവിടെയാണ് ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളെല്ലാം. നല്ല അടിപൊളി ലാൻഡിങ് എന്നൊരു യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല സർവീസായിരുന്നു മഴ. അപ്പം നമുക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞ താഴെ അവിടെ ലഗേജ് ഒക്കെ എടുക്കുന്ന സ്ഥലത്തുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് ഇനിയും കാണാം. ഗൈസ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വീഡിയോ ഗൈസ്. നമ്മളപ്പോൾ മസ്കറ്റിൽ നിന്ന് ഇബ്രയിൽ നിന്ന് നമ്മൾ മസ്കറ്റിൽ വന്നു. മസ്കറ്റിലെ അൽക്കൂതി വന്നു. അൽക്കൂതി നമ്മൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ നിന്ന് പിന്നെ നമ്മൾ കൊച്ചിയിലേക്ക് വന്നു ഗൈസ്. അപ്പം അതായിരുന്നു നമ്മുടെ യാത്രാവിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഗൈസ്. അപ്പം നമുക്ക് കഴിഞ്ഞ അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ഗൈസ്. ഇത്രയുള്ള വീഡിയോ ഗൈസ്. അപ്പം നമ്മൾ മസ്കറ്റിൽ നിന്ന് അൽക്കൂത് വന്നു. ഇബ്രയിൽ നിന്ന് അൽക്കൂത് വന്നു. അൽക്കൂത് എന്ന് പറഞ്ഞാൽ മസ്കറ്റാണല്ലോ. മസ്കറ്റിൽ നിന്ന് പിന്നെ നമ്മൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഇവിടോട്ട് വന്നു, കൊച്ചിയിലോട്ട് വന്നു. പിന്നെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് തന്നെ വന്നല്ലോ. പിന്നെ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഗൈസ്. നമുക്ക് ഞാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതൊക്കെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.